ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പം ഞാനിന്നൊരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നട്ട്സും ചോക്ലേറ്റും ഒക്കെ ചേർന്ന ഒരു അടിപൊളി സാധനമാണ് ഈ നട്ടി ബബിൾ കേക്ക്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ നോക്കാം. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡറുടെ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഓയിൽ 1/4 കപ്പ്, 1/3 കപ്പ് പാല്, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 3 മുട്ട. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കേക്കിന് ആവശ്യമായത്. അപ്പോൾ നമുക്ക് 3 മുട്ട ഇതിലേക്ക് ഉടച്ച് ചേർക്കാം ബൗളിലേക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ടിപ്സൊക്കെ പറയും കേക്കിന് ഇതായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ആ ഒരു ടിപ്സൊക്കെ മിസ്സായി നമ്മുടെ കേക്ക് ശരിയാകത്തില്ല. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായി പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് പാല് ചേർത്തെടുക്കാം. പാല് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടണം കേക്ക്. ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തെടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയതിനു ശേഷം മാത്രമേ ബാക്കിയൊക്കെ ചേർത്തെടുക്കാൻ പറ്റുള്ളൂ. മുട്ട ഫ്ലഫി ആയതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ഇട്ടെടുക്കാം. ഞാനിവിടെ വാനില എസൻസ് നേരത്തെ ചേർത്തിനു. അപ്പോൾ ആ ഒരു വീഡിയോ ഇതായിട്ടുണ്ടായിട്ടില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം മൈദ ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചെടുക്കാം. അതിലേക്കൊന്ന് മൈദ തൂവി കൊടുക്കുക. അതാകുമ്പോൾ അടിയൊന്നും കരിയാതെ പറ്റി പിടിക്കുകയും ചെയ്യില്ല. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചെറിയ പാത്രത്തിൽ എടുത്തുകൊണ്ടാണ്. ഇത് ഏകദേശം ഒരു 1 kg ഉണ്ടാകും. നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊരു ഹോളില്ലാണ്ട് ഞാൻ അവിടെ ഒരു ഫോയിൽ പേപ്പർ വെക്കുന്നത്. അപ്പോൾ എയറൊക്കെ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നന്നായി ബേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, വിപ്പിംഗ് ക്രീം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചോക്ലേറ്റ് ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉരുക്കി വെച്ചത് അതൊന്ന് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഉരുക്കിയ ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ക്രീമിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ടി ബബിൾ കേക്കല്ലേ, അപ്പോൾ ആൽമണ്ടും ചോക്കോ ചിപ്പും പിന്നെ അണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റാണ്. ഫുൾ നട്ട്സൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ കുറേ പണിയൊന്നുമില്ല നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനും. പൊതുവേ ഇങ്ങനെ കേക്ക്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണല്ലോ. ഞാനിവിടെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും 1 2 3. ഇനി നമുക്കിതിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കൊന്ന് അവിടെ ആ ട്രേയിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് കൂട്ടുന്നവർ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായി വരും. നന്നായി സ്പ്രെഡ് ചെയ്ത് സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ചെയ്തോളൂ. സ്പ്രെഡ് ചെയ്തെടുക്കാം ക്രീം. അതിനുശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് നമ്മുടെ നട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് വിതറി കൊടുക്കാം.
കുറച്ച് കാഷ്യൂ നട്ടും ചോക്കോ ചിപ്പും പിന്നെ ആൽമണ്ടും ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിക്കഴിഞ്ഞു കേക്കിൻ്റെത്. ആൻഡ് സെക്കൻഡ് ലെയർ കേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്കും ഇതുപോലെ തന്നെ നന്നായി സോക്ക് ചെയ്തെടുക്കാം. സോക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ കേക്ക്. ഇതിലേക്ക് ക്രീം ചേർത്തെടുക്കാം. ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തിന്നായിട്ടാണ് വരുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കാം ക്രീം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് സോക്ക് ചെയ്തതിന് ശേഷം മൊത്തമായിട്ട് ടോപ്പിങ് കൊടുത്തെടുക്കാം. വിപ്പിങ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നല്ല ഫിനിഷിങ് വേണമെങ്കിൽ സ്പാറ്റിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇത് ഫിനിഷിങ് ആക്കാം. അപ്പം നമുക്കിത് ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ സ്പാറ്റിൽ ഇല്ലാത്തവർ നമുക്കൊരു വലിയൊരു കത്തി ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് ടോപ്പിംഗ് കൊടുക്കാം വിപ്പിംഗ് ക്രീം. അപ്പോൾ നന്നായിട്ട് ഫിനിഷിങ് ഉണ്ടാവണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ നട്ട്സ് വെക്കുന്നുണ്ട്. സൈഡിലും നട്ട്സ് ഉണ്ട്, ഉള്ളിലും നട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ ഡബിൾ ബോയിലിംഗ് ആണ് ഏറ്റവും നല്ല മെത്തേഡ് വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ ഒറ്റ തുള്ളി വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. നമുക്ക് സൈഡിൽ നട്ട്സൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ആൽമണ്ട് നീളത്തിൽ മുറിച്ചതാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അതിനുശേഷം ചോക്കോ ചിപ്പ് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആക്കുന്നുണ്ട്, ബബിൾസ് പോലെ. എന്നിട്ട് നമുക്ക് ബൂസ്റ്റ് പൗഡർ ഇല്ലേ, അതൊരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കാം. നമ്മുടെ കേക്കൊന്ന് കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ വെക്കാം. ബാക്കി എല്ലാ നട്ട്സ് ഇതിൻ്റെ പുറത്തിടണം കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, നട്ട്സ് ജസ്റ്റ് ആൽമണ്ട് മാത്രം വെക്കുന്നേ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, നല്ല സ്പോഞ്ച് സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എന്താ പറയുക, കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തുള്ളി കളിക്കില്ലേ, അത്രയ്ക്ക് സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സൊക്കെ വന്നേരം നമ്മൾ ഉണ്ടാക്കിയ ഒരു കേക്കാണ് നട്ടി ബബിൾ കേക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഇതും ഉള്ളിലും നട്ട്സ് ഉണ്ട്, പുറത്തും നട്ട്സ്, അതൊക്കെ ഇങ്ങനെ കൂടി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.